ഇന്ന് നമ്മള് മലമ്പുഴയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. ഒരു 2-2:30 ആയപ്പോഴാണ് നമ്മൾ മണ്ണാർക്കാട് നിന്ന് ഇറങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ സൂര്യൻ നമ്മളെ വല്ലാണ്ട് പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പൊ വെയിലിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ കോങ്ങാട് റൂട്ടിനാണ് പോയത്. ചായയൊക്കെ കുടിച്ച് നമ്മൾ ചില്ലായി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ദേ നിൽക്കുന്നു 2 വധൂരികൾ നമ്മുടെ പിന്നാലെ. അപ്പൊ ഞാനൊരിടത്ത് എങ്ങോട്ടാ വെച്ചാൽ പിന്നോട് നിങ്ങൾ എങ്ങോട്ടാണ് അങ്ങോട്ട് തന്നെ ഞങ്ങളൊന്ന് പെട്ടു. ഇനിയിപ്പോ സഹിച്ചല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ മലമ്പുഴയിൽ ലാൻഡ് ചെയ്തു. പക്ഷെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ പാർക്ക് ക്ലോസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഡാം കാണാൻ വേണ്ടി കയറാം. പക്ഷെ 5 മണിന്റെ മുന്നേ തിരിച്ചിറങ്ങണം. ബട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 4:45 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തളർന്നില്ല. നമ്മൾ പ്ലാൻ ബി പിടിച്ചു, കവയിലേക്ക് പോകുന്ന റൂട്ട് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. 2 സൈഡിലും കാടായതുകൊണ്ട് തന്നെ അതിന്റെ നടുവിലൂടെ പോകുമ്പോൾ ആ കാടിന്റെ സൈലൻസിൽ തണുപ്പ് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒരുപോലെ കയറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇടയ്ക്ക് കാണുന്ന ഗ്യാപ്പുകളിൽ ഇതുപോലുള്ള മലനിരകളും. അങ്ങനെ നമ്മൾ കാടും മലയൊക്കെ താണ്ടി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. ഇതിലൊന്നും ഞങ്ങൾ തളരാൻ പോകുന്നില്ല. ഞങ്ങൾ രാത്രി കാടിന്റെ നടുവിലൂടെ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട കഴിച്ച കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഇവിടെ മറ്റുള്ള റെഡി ആയി നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിൽ പിന്നെ നമ്മൾ മോശമല്ല. നമ്മളും തിരിഞ്ഞു 2-3 ഫോട്ടോ ഒക്കെ അങ്ങോട്ട് എടുത്തു. പിന്നെ നമ്മൾ മലമ്പുഴയിൽ നിന്ന് വാങ്ങിയ മാങ്ങയുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് നല്ല സമാധാനമായിട്ട് നിൽക്കുമ്പോഴാണ് കഥയിൽ അടുത്ത ട്വിസ്റ്റ്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറി തുടങ്ങി. മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ കയറി. അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒട്ടകം നിൽക്കുന്നുണ്ടായിരുന്നു. ചെറുക്കൻ അതിനെ കണ്ടപ്പോൾ തന്നെ അവിടെ ഓടിക്കേറി അതിനെ തലോടുന്നു, അതിന്റെ കയറ് പിടിച്ച് വലിക്കുന്നു, അതിനെ തല്ലുന്നു. ഒരു പ്രതിമയാണ് അതെന്ന പരിഗണന പോലും അങ്ങനെ കഥ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.